സ്റ്റുഡിയോയിലുള്ളത്. ഇവിടുത്തെ ഒരു മൂവിങ് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു ചെയർ കൊണ്ടിട്ടാണ്. അതുപോലെ ആയിരിക്കും നമ്മുടെ ഗസ്റ്റിനെ നമ്മൾ സ്വീകരിക്കുക. അവരിവിടെ ആയിരിക്കും ഇരിക്കുക. ഈ മൈക്കാണ് നമ്മൾ അവർക്ക് കൊടുക്കുക. ഇത് നോർമൽ നമ്മളെ കണ്ടുപരിചയമുള്ള മൈക്കാണ്. ഇത് നമുക്ക് റേഡിയോയിൽ യൂസ് ചെയ്യാം. ഇത് നമുക്ക് പുറത്തൊക്കെ സംസാരിക്കുന്നതിനായിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുക. ഇതിവിടെ നിന്ന് പറഞ്ഞാൽ അവിടെ. പക്ഷെ ഇത് നമുക്ക് അതിനായിട്ട് ഉപയോഗിക്കുന്ന മൈക്കല്ല, കണ്ടൻസർ മൈക്ക് എന്ന് പറയും. ഇത് റേഡിയോയാണ് സാധാരണ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇപ്പൊ നിങ്ങൾ പോഡ്കാസ്റ്റിലും യൂട്യൂബ് ചാനലിലും ഒക്കെ ഈ മൈക്ക് കണ്ടുണ്ട്. സത്യത്തിൽ റേഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മൈക്കാണ് കണ്ടൻസർ മൈക്ക്. കണ്ടൻസർ മൈക്കിന്റെ പ്രത്യേകത, ഇത് നമ്മൾ സംസാരിക്കുമ്പോൾ ഇതിനകത്ത് നോയ്സ് ഒക്കെ, എസിയുടെ നോയ്സ്, അപ്പുറത്തോട്ട് പോകുന്ന വണ്ടിയുടെ ശബ്ദം, ഇപ്പുറത്തെ മറ്റേ സൈറൻ, നമ്മൾ തുമ്മുന്നത്, അതെല്ലാം ഇതിൽ വരും. കണ്ടൻസർ മൈക്കിന്റെ പ്രത്യേകത ഈ സാധനം മുഴുവൻ ഫിൽട്ടർ ചെയ്യും. എന്നിട്ട് ഇവിടെ അവനോട് എന്ത് പറയുന്നോ അത് മാത്രമേ അറിയത്തുള്ളൂ. ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഇരുന്നിട്ടായിരിക്കും സംസാരിക്കുക. അതുകൊണ്ടാണ് നമുക്ക് 1-to-1 ഫീൽ തോന്നും. നിങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്നു, തൊട്ടടുത്ത് സംസാരിക്കും. ഞങ്ങൾ സംസാരിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് സംസാരിക്കുക. നിങ്ങൾ ഞങ്ങളുടെ തൊട്ട് മുമ്പിൽ ഇരിക്കുകയാണ് എന്നോർത്തിട്ടായിരിക്കും ഞങ്ങൾ സംസാരിക്കുക. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഫീല് കിട്ടുന്നതും. റേഡിയോ നമ്മുടെ ലോകത്തിന്റെ തന്നെ മോസ്റ്റ് പേഴ്സണലൈസ്ഡ് മീഡിയം എവർ എന്നൊരു സ്റ്റാറ്റസിലേക്ക്. എല്ലാവർക്കും ഓണം നല്ലതാണല്ലോ. സുമി പിന്നെ പണിയിലാണ്. നമ്മൾ ഇവിടുന്ന് തന്നെയാണ് ലൈവ് ചെയ്യുക. ഇത് ഇവിടുന്ന് പോകുന്നത് നമ്മൾ ഇവിടുന്ന് എഡിറ്റ് കഴിഞ്ഞ് നമ്മുടെ സംഗതി ലൈവ് ആണെങ്കിലും റേഡിയോ എപ്പോഴും ഒരു 2 മിനിറ്റ് വരെ ഒന്ന് ഡിലേ ആയിരിക്കും. കാര്യം ആൾക്കാർ എന്തായിരിക്കും സംസാരിക്കുമ്പോൾ തെറ്റിപ്പോയേക്കാം. അപ്പൊ അത് നമ്മൾ ലൈവായിട്ട് തന്നെ എഡിറ്റ്. നിങ്ങളുടെയൊക്കെ ചിന്തയിൽ ഒരു റേഡിയോ സ്റ്റേഷന്റെ RJ എന്ന് പറഞ്ഞാൽ മറ്റേ വീട്ടിലിരിക്കുന്നതിന്റെ ഇടയിൽ കൂടെ വന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ്. അങ്ങനെ അതിന് ജേർണലിസത്തിന്റെ ഡിപ്ലോമ, അതല്ല എങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷന്റെ വിദ്യാഭ്യാസമാണ് ഒരു റേഡിയോ ജോലിയുടെ അടിസ്ഥാനപരമായിട്ട് കഴിഞ്ഞിരിക്കുക. പിന്നെ നമ്മൾ സൗണ്ട് എഞ്ചിനീയറിംഗ് അറിഞ്ഞിരിക്കണം. നമ്മൾ അപ് ടു ഡേറ്റ് ആയി നിങ്ങളുടെ സീരിയലിന്റെ ഇന്നലെ വൈകുന്നേരത്തെ എപ്പിസോഡ് എന്തായെന്ന് അറിയണം. ബിഗ് ബോസിന്റെ അപ്ഡേറ്റ് അറിയണം. പത്രത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ള അറിയണം. ആനുകാലിക രാഷ്ട്രീയം അറിയണം. മതത്തിലെ മാറ്റങ്ങൾ അറിയണം. ഗ്ലോബൽ കേരളയിൽ എന്ത് സംഭവിച്ചു, ഗ്ലോബൽ ആൾക്കാർക്ക് എന്ത് സംഭവിച്ചു, ഇതെല്ലാം നമ്മൾ അപ് ടു ഡേറ്റ് ആയിരിക്കണം. ഒപ്പം ജയൻചേട്ടനെ പേരെടുത്ത് വിളിക്കാൻ പറ്റണം. നിങ്ങളെ പിന്നെ കണ്ടാൽ ഇതിനു മുമ്പ് എന്തൊക്കെയോ കണ്ടതുപോലെയൊക്കെ സംസാരിക്കാൻ പറ്റണം. അതൊക്കെ ഒരു റേഡിയോ ജോലിക്ക് വേണ്ട അത്യാവശ്യ ഗുണമാണ്. അതുകൊണ്ടാണ് പലരും വീട്ടിൽ നിന്നിട്ട് എനിക്ക് ഒരുപാട് സമയമുണ്ട്, ഉച്ച മുതൽ വൈകുന്നേരം വരെ ഞാൻ ഫ്രീ ആണ്, എന്നാൽ ഒരു റേഡിയോ പരിപാടി അവതരിപ്പിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾ തീരും. കാരണം ഇത് അതിനുള്ള ഒരു ഏരിയ അല്ല. റേഡിയോ എന്നത് ഏറ്റവും കൂടുതൽ സാലറി ഉള്ള മാധ്യമ മേഖല. അതുകൊണ്ട് തന്നെ അത് അന്ന് ചെന്ന് ഇങ്ങനെ കണ്ട് കേട്ട് 1 മണിക്കൂർ 500 രൂപ ആ പരിപാടി അല്ല നമുക്ക് ഇവിടെ ഉള്ളത്. നമുക്കും ഈ പറഞ്ഞ പെൻഷനുണ്ട്, നമ്മളും പ്രൊവിഡന്റ് ഫണ്ട് കൊടുക്കുന്നുണ്ട്, നമ്മളും ഒരു റിട്ടയർമെന്റ് എംപ്ലോയി പോലെ വർക്ക് ചെയ്യുന്ന ഒരവസ്ഥയാണ്. ഹാപ്പിയാണോ? റേഡിയോയെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഹാപ്പിയാണോ?